നമുക്ക് നിധിയുടെ സുഭാഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ നിധിയുടെ സുഭാഷിന്റെ ഒക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പുതിയ കഥയാണ്. അപ്പൊ കഥ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഥ കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കണ്ടു. ഒടുവില് ഗംഗാധരനെ വന്ന് വെല്ലുവിളിക്കുകയാണ് ഭാസ്കരനെ. ചേട്ടനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അയാള് മഹാ തല്ലിപ്പൊളിയാണ് ഗംഗാധരന്. കാരണം ഭാസ്കരന്റെ മക്കൾക്കുമായിട്ട് നേരത്തെ അച്ഛൻ പറഞ്ഞു വെച്ചിരിക്കുന്ന സ്ഥലവും വീടും ഒക്കെ ആയിരുന്നു ഭാസ്കരൻ്റേത്. പക്ഷെ അതും കൂടെ തട്ടിയെടുക്കാനായിട്ടാണ് ഗംഗാധരനും സഹോദരി ശ്രമിച്ചുകൊണ്ടിരിക്കണേ. പക്ഷേങ്കിൽ വീട്ടിൽ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയ ഭാസ്കരന് സഹിക്കുവോ? ഭാസ്കരൻ നന്നായിട്ട് മദ്യപിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വന്ന് കിടന്ന് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇറങ്ങി വാടി, നിന്നെയൊന്നും വെച്ചേക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒടുവിൽ കയറി കഥ അടയ്ക്കേണ്ടി വന്നു ഗംഗാധരനും സഹോദരിക്കും കൂടി. അല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. ഒടുവിൽ കുറെ ചീത്തയൊക്കെ പറഞ്ഞിട്ടാണ് ഭാസ്കരൻ അവിടെ നിന്ന് ഇറങ്ങണേ. ആ സമയത്ത് സുധീഷ് ഒരു ഓട്ടം പോവാണ്. സുധീഷ് ഒരോട്ടം പോയി. അപ്പൊ കാറിലൊരു പെണ്ണായിരുന്നു ഉണ്ടായിരുന്നേ. അങ്ങനെ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇച്ചിരി ഒരു കൊഞ്ചിലും കുഴയിലും ഒക്കെ സുധീഷിന് കൂടുതലുണ്ട്. അങ്ങനെ ആ പെങ്കൊച്ചുമായിട്ട് കത്തിവെച്ച് അതിനെ കൊണ്ടുവന്ന് സ്റ്റോപ്പിലിറക്കി. അതിനിറങ്ങേണ്ട സ്റ്റോപ്പിലിറക്കിയിട്ട് അങ്ങ് തിരികെ പോരുവാണ്. പോരുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് ഒരു കാറും കൂടെ കയറി വന്നത്. മുട്ടിയും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാറ് നിന്നു. പെട്ടെന്ന് തന്നെ സുധീഷ് എന്ത് ചെയ്യും, കാറ് ബ്രേക്ക് ഇടുവാണ്. അപ്പോഴേക്കും അതിനകത്തുനിന്ന് ഇറങ്ങി വന്ന മറ്റാരും ആയിരുന്നില്ല, സൂര്യയായിരുന്നു. നിധി സൂര്യയൊക്കെ സഞ്ചരിച്ച കാറായിരുന്നു. അപ്പം ഡ്രസ്സും ആഭരണങ്ങളൊക്കെ വാങ്ങാനായിട്ട് അവർ ട്രിവാൻഡ്രത്തിന് പോകുന്ന വഴിയാണ്. അപ്പം സൂര്യയാണ് കാർ ഓടിച്ചത്. സൂര്യനല്ലേ തന്നെ കണ്ണെടുത്ത കാണത്തില്ല നിധിക്ക്. ഭയങ്കര അഹംഭാവം പിടിച്ചവന്, സംസാരിക്കാൻ പോലും കൊള്ളില്ല. ഇവനോടൊപ്പം താൻ എങ്ങനെ ജീവിക്കും, എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടങ്ങിയാൽ മതി എന്നൊക്കെ ഒരു പ്രാർത്ഥന മാത്രമേ നിധിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ പോകുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. പെട്ടെന്ന് തന്നെ സൂര്യ ചാടി ഇറങ്ങി വന്നിട്ട് സുധീഷിനോട് ചോദിച്ചു, നീ ഇത് എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ സൂര്യയുടെ കയ്യിലാ തെറ്റ്. പോക്കറ്റ് റോഡിൽ നിന്ന് കയറുന്ന സമയത്ത് നോക്കിയിട്ട് വേണ്ട കയറാനായിട്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ ചെയ്തത്. എന്നിട്ട് വന്ന് സുധീഷിനോട് ദേഷ്യപ്പെട്ടു. സുധീഷ് വിട്ടുകൊടുക്കുക. സുധീഷ് ഇങ്ങ് ചാടി ഇറങ്ങി. ദേ വെറുതെ അനാവശ്യം പറയരുത്, നിങ്ങളുടെ കയ്യിലാ തെറ്റ്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് എന്നോട് വന്ന് കൽപ്പിക്കുന്നു. അപ്പോഴേക്കും അരുണും കൂടി ഓടി ഇറങ്ങി വന്നു. അരുൺ വന്നിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം? ഇപ്പം പോട്ടെ, ഇനിയിപ്പോൾ അത് വിട്ടുകള സൂര്യ എന്നൊക്കെ പറഞ്ഞ് സൂര്യയെ സമാധാനിപ്പിച്ചു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവനിട്ട് നല്ല പണി തന്നെ കൊടുക്കണം. അല്ലെങ്കിലും ഇവൻ ചെയ്ത കാര്യം എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവൻ നമ്മളെ വണ്ടിക്കിട്ട് വന്ന് ഇടിക്കാൻ തുടങ്ങിയില്ലേ? അപ്പോഴേക്കും അരുൺ പറഞ്ഞു, വെറുതെ വിട്ട് സൂര്യ എന്നൊക്കെ പറയണം. സൂര്യ നിന്ന് ആക്രോശിച്ചോണ്ടിരിക്കുക. സൂര്യ വിടാനായിട്ട് ഭാവമില്ലായിരുന്നു. ഇതും കൊണ്ടൊന്നും ഒതുങ്ങാനായിട്ട് സൂര്യ തയ്യാറല്ല. സൂര്യ ആണെങ്കിൽ വല്ലാത്ത രീതി നിൽക്കുകയാണ്. പിന്നീട് സുധീഷിനെ അടിക്കാനൊക്കെ പിടിക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, തല്ലാൻ വാ നമ്മുടെ സുധീഷ് നിൽക്കുകയാണ്. അപ്പോഴേക്കും അരുൺ കോംപ്രമൈസിന് ചെയ്യുന്നു. അരുണിനറിയാം ഇവിടുത്തെ തെറ്റാരുടെ ഭാഗത്താന്നുള്ള കാര്യം. സൂര്യയുടെ ഭാഗത്താന്ന് നന്നായിട്ടറിയാം. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കും പ്രശ്നങ്ങളുമായി. ആൾക്കാരൊക്കെ ചുറ്റും കൂടി. അപ്പോഴേക്കും അകത്തുണ്ടായിരുന്ന ലക്ഷ്മി സൂര്യയുടെ അമ്മ പറഞ്ഞു, അയ്യോ അവന് പുറത്തൊക്കെ നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന, അവിടെയൊക്കെ ലൈസൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേങ്കിൽ അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈസൻസ് കിട്ടി. ഇത് അവൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നൊക്കെ പറയാം. പക്ഷേങ്കിൽ അകത്തുണ്ടായിരുന്ന നിധിക്ക് മനസ്സിലായി തെറ്റ് ആളുടെ ഭാഗത്താന്നുള്ള കാര്യം. നിധി സാന്ദ്രയോട് പറഞ്ഞു, തെറ്റ് സൂര്യയുടെ ഭാഗത്താ. നീ ഒന്നും മിണ്ടാതിരിക്കും നിധി എന്ന് പറഞ്ഞു. നിധി ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ സാന്ദ്ര അവിടെ ഒരു മെത്തി പിടിച്ചിരുത്തി. നീ ഇവിടെ ഒന്ന് ഇരിക്കേ, ഇറങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചിരുത്തുവാണ്. പക്ഷേങ്കിൽ ഈ സമയത്ത് വീണ്ടും സൂര്യ കിടന്ന് വഴക്കുണ്ടാക്കിയിരുന്നു. അപ്പോഴേക്കും അരുൺ എന്ത് ചെയ്തു, കുറച്ച് പൈസ എടുത്ത് സുധീഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ പൈസയും മേടിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്ന് പോകാൻ പറയാണ്. കാരണം ഇനിയിപ്പം പ്രശ്നമായിട്ടുണ്ടെങ്കിലോ. അപ്പോഴേക്കും സൂര്യ പറഞ്ഞു, പൈസയൊന്നും കൊടുക്കണ്ട, നമുക്കിത് പോലീസിനെ വിളിക്കണം, കേസാക്കണം. സുധീഷ് പറഞ്ഞു, പോലീസിനെ വിളിക്കുക, കേസാക്ക് എന്ന് പറയാണ്. സുധീഷിനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം സുധീഷിന്റെ ഭാഗത്ത് തെറ്റില്ല. പോലീസ് വന്നാലും ആരുടെ ഭാഗത്ത് തെറ്റെന്നുള്ള കാര്യം മനസ്സിലാവും. അത്ര സമയം നിധിയൊന്നും മിണ്ടാതാകത്തിരുന്നു. നിധി പെട്ടെന്ന് അങ്ങ് ചാടി ഇറങ്ങി കാറിനകത്തുനിന്ന് ഇറങ്ങിയിട്ട് വന്നിട്ട് സുധീഷിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, അതെ ഇവിടെ തെറ്റ് സൂര്യയുടെ ഭാഗത്താ. ആ നിൽക്കുന്ന അയാളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നമ്മളാണ് റോങ് സൈഡ് കയറി വന്നതെന്ന് പറയാം. ഒരു നിമിഷം സൂര്യ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നോക്കുകയാണ്. സൂര്യക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കണ്ട ചെറുക്കന് വേണ്ടിയിട്ട് ഇവൾ തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും അരുൺ പറഞ്ഞു, നിധി നീ കയറി കാറിനകത്തിരിക്കുക. സാന്ദ്ര വന്ന് നിധിയെ പിടിച്ചു. ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിക്കുക. പക്ഷെ നിധി പോകാൻ കൂട്ടാക്കിയില്ല. അപ്പോഴേക്കും തന്നെ സപ്പോർട്ട് ചെയ്ത പെണ്ണിനെ ഒന്ന് സുധീഷ് നോക്കി. കൊള്ളാരോ, ആദ്യത്തെ കാഴ്ച തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവള് മിടിക്കുകയാണല്ലോ. മിടിക്കുന്നല്ല മിടുമിടിക്കുന്നു വേണം പറയാനായിട്ട്. അപ്പോഴേക്കും നിധി സുധീഷിനെ ഒന്ന് നോക്കുകയാണ്.
ആ സമയത്ത് സുധീഷിൻ്റെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സൂര്യ പറഞ്ഞു, എടാ നിന്റെ ഭാഗത്ത് തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കിടന്ന് ചീത്ത പറയണം. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ഇനി ആയിക്കോട്ടെ, എൻ്റെ ഭാഗത്ത് ആ സെറ്റെങ്കിൽ സംഭവിച്ചു. അവൾ വന്ന് തന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞല്ലോ, അത് തന്നെ സുധീഷിന് മതിയായിരുന്നു. സുധീഷ് പറഞ്ഞു, ഈ കാറിൻ്റെ ഓണർ എങ്ങാനും അറിഞ്ഞാണ്ടല്ലോ ഇപ്പം എന്താ സംഭവിക്കുന്ന അറിയാലോ, നിങ്ങൾക്ക് ഇതൊക്കെ പറയാം, നിങ്ങൾക്ക് ഇതങ്ങോട്ട് പറഞ്ഞിട്ട് പോയാൽ മതി, എങ്ങാനും പിടിച്ചിരുന്നെങ്കിലോ. അരുൺ പറഞ്ഞു, സോറി പോട്ടെ എന്നൊക്കെ പറയണം. ഒടുവിൽ സുധീഷ് പറഞ്ഞു, തൽക്കാലത്തേക്ക് വിട്ടിരിക്കുന്നു, ഇനിയിപ്പം എൻ്റെ ഭാഗത്ത് തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കാൻ പറയണം. അപ്പോഴേക്ക് സൂര്യ പറഞ്ഞു, കണ്ടോ ഇവ ക്ഷമ പറഞ്ഞു കേട്ടോ, അപ്പം ഇവൻ്റെ ഭാഗത്താ തെറ്റ്. അരുൺ പറഞ്ഞു, ബാ സൂര്യ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി പിടിച്ചു വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. പോകുന്ന സമയത്ത് ദേഷ്യപ്പെട്ട് സൂര്യ സുധീഷിനെ നോക്കുന്നുണ്ട്. പക്ഷെ സുധീഷിൻ്റെ കണ്ണ് അപ്പം നിധിയുടെ മുഖത്തായിരുന്നു. നിധിയെ തന്നെ ശ്രദ്ധിക്കുമായിരുന്നു. ഒടുവിൽ കാറിലേക്ക് കയറിയിട്ട് സൂര്യ കാർ തന്നെ ഇരിക്കുക, കാർ എടുക്കാതെ. അപ്പോഴേക്കും അരുൺ ചോദിച്ചു, അല്ല എന്താ സൂര്യ കാർ എടുക്കാത്ത? ഇനി എനിക്ക് കാർ ഓടിക്കാൻ പറ്റില്ല. അരുൺ ശരി ഞാൻ ഓടിച്ചോളാന്ന് പറഞ്ഞിട്ട് അരുൺ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാർ എടുക്കണം. ആ സമയത്ത് സുധീഷ് അകത്തിരുന്ന നിധീനെ ഒന്ന് നോക്കി ഇങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദ്യ കാഴ്ച തന്നെ സുധീഷിന്. പക്ഷേ എങ്കിൽ കാർ അങ്ങെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ സൂര്യ പറഞ്ഞു, ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടോ ഇവളെ കണ്ട ആ ചെറുക്കന് വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ലക്ഷ്മി ചോദിച്ചു, ഇവളെന്ത് പറഞ്ഞു? ഇവൾ അവളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. അപ്പം അമ്മയൊന്നും കണ്ടില്ലായിരുന്നോ? അയ്യോ എൻ്റെ മോനെയോ? എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ലല്ലോ. നീ എന്ത് പരിപാടി നിധി ചെയ്തേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സാന്ദ്ര പറഞ്ഞു, ഒരബദ്ധം പറ്റിപ്പോയതാ നിധിക്ക്, വീട്ടിൽ ചെല്ലട്ടെ ബാക്കി സംസാരിക്കാം എന്നൊക്കെ സൂര്യ പറഞ്ഞു. സൂര്യക്ക് കട്ടക്കലിപ്പായിരുന്നു. അങ്ങനെ അവർ വീട്ടിലേക്ക് എത്തുവാണ്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ സൂര്യ ദേഷ്യപ്പെട്ട് വീടിനകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ അവരുടെ വീട്ടിൽ താമസിച്ച ഡ്രസ്സ് ഓർണമെൻറ്റ്സ് ഒക്കെ എടുക്കാനായിട്ടാണ് അരുണ് സാന്ദ്ര അവരൊക്കെ വന്നിരിക്കുന്നത്. അതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു നിധിക്ക്. പക്ഷേങ്കിൽ രാജീവും ഹേമയൊക്കെ പറഞ്ഞ് അവിടെ താമസിച്ചാൽ മതി, 2 ദിവസം ഒന്ന് പരസ്പരം ഒന്ന് അടുത്തറിയാൻ വേണ്ടിയിട്ട്, 1 മാസത്തെ ഗ്യാപ്പിനുള്ളിൽ തന്നെ കല്യാണം നടത്തണമല്ലോ. അങ്ങനെ അകത്തേക്ക് ഒരു സൂര്യ അവിടെ ഇരിക്കുമ്പോൾ ലക്ഷ്മി വന്നിട്ട്, മോനെ നീ ഒന്ന് സമാധാനപ്പെട്, അമ്മയ്ക്കിത് പറയാം, ആൾക്കാരുടെ മുന്നിൽ വെച്ചാൽ അവൾ എന്നെ നാണം കെടുത്തിയത് ഏതോ ഒരു ചെക്കന് വേണ്ടിയിട്ട്. അവളുടെ കാലത്ത് ഞാൻ ഉടനെ തന്നെ താലി കെട്ടാൻ പോകുന്ന, എന്നിട്ട് ആ പരിഗണനെങ്കിലും അവൾ തന്നോ? അപ്പോഴേക്കും അരുൺ വന്നിട്ട് പറഞ്ഞു, പോട്ടെ സൂര്യ പോട്ടെ എന്ന് പറയും, ഞാൻ വേണമെങ്കിൽ നിധിക്ക് വേണ്ടി നിന്നോട് മാപ്പി ചോദിക്കാം. അപ്പോഴേക്കും നിധിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. സാന്ദ്ര പറഞ്ഞു, സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ലക്ഷ്മി പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കൂടുതലായിപ്പോയി. അരുൺ പറഞ്ഞു, സാരമില്ല, ഇനി നമ്മളൊരു വഴക്കത്തിനും പ്രശ്നത്തിനൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുന്ന സമയത്ത് സൂര്യ പറഞ്ഞു, ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റെങ്കിൽ പോലും എൻ്റെ ഭാര്യ എന്ന നിലയിൽ നീ ഒരു കാര്യം ചെയ്യണം, നീ സോറി പറയണം, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയാൻ പോലും പാടില്ല. നിധിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ കർണം തീർത്ത് ഒറ്റ എണ്ണം കൂടെ കൊടുക്കാനാണ് തോന്നിയത്. കാരണം സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിട്ടുണ്ട്. ഒടുവിൽ സൂര്യ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ തന്നെ നിധി എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുക. സാന്ദ്ര കയ്യെ പിടിച്ചിട്ട് ബാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നിധി സാന്ദ്രയോട്, ചേച്ചി ഇവിടെ കാണിച്ച ആരാ, തെറ്റ് ചെയ്ത ആരാ, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും അരുൺ അങ്ങോട്ടേക്ക് വന്നു. അരുണിനോട് സാന്ദ്ര ചോദിച്ചു, എന്താ അരുണേട്ടാ അത്? ഇവിടെ ആരുടെ ഭാഗത്താ തെറ്റ്? ശരിക്കും പറഞ്ഞാൽ സൂര്യയുടെ ഭാഗത്തല്ലേ, അത് മറച്ചു വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതെന്തേലും ആട്ടെ, നമ്മളിപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്തല്ലേ നിൽക്കണ്ടേ? നാളെ ഇവിടെ കഴുത്ത് താലി അടത്തേണ്ടവനല്ലേ, പിന്നെ അവനെ ഒറ്റപ്പെടുത്താൻ ശരിയാണോ? എന്നാലും ഇത് കുറച്ച് കൂടുതലാട്ടോ, ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം. അരുൺ പറഞ്ഞു, പോട്ടെ സാന്ദ്രേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. നീതി പറഞ്ഞു, എനിക്ക് വേണ്ട ഈ ആലോചന, ഞാൻ അപ്പോഴേ പറഞ്ഞ എനിക്ക് ഈ ചെക്കനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരിതുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അനുസരിക്കുന്നുണ്ടോ? തൽക്കാലത്തേക്ക് സമാധാനപ്പെടും നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് വീട്ടിലേക്ക് വന്ന് നികേഷുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സുധീഷ് പറഞ്ഞു, എടാ ഇന്നൊരു സംഭവം ഉണ്ടായി. ആ സമയത്ത് സുഭാഷ് അടുക്കളയിൽ വൈകുന്നേരത്തെ ഡിന്നറിനുള്ള പരിപാടിയിലായിരുന്നു. എന്ത് സംഭവം? എടാ ഒരു സംഭവം ഉണ്ടായി. പിന്നെ ചേട്ടൻ എന്നും ഓരോ സംഭവങ്ങളുണ്ടല്ലോ, ഇന്ന് ഏത് പെണ്ണാ വണ്ടിയാണ് കയറിയത്? എടാ ഒന്നും പറയണ്ട, അതൊന്നും അല്ല. പിന്നെയോ? എടാ ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന പോണ സമയത്തെ പോക്കറ്റോടി നിന്നൊരു കാർ വന്നു, ഇടിച്ചില്ലാന്ന് മട്ടി നിന്നു. എന്നിട്ടോ കാർ ഓടിച്ചവൻ എന്നെ വന്ന് തല്ലാനൊക്കെ തുടങ്ങി. തല്ലാൻ തുടങ്ങി. എന്നിട്ട് ചേട്ടൻ എന്ത് ചെയ്തു? ഞാൻ വിട്ടുകൊടുക്കോ? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കാറിനകത്ത് നല്ല സുന്ദരി പെങ്കൊച്ചൊരുത്തി ഇങ്ങ് ഇറങ്ങി വന്നു. എന്നിട്ടോ അവൾ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ചേട്ടനെ സപ്പോർട്ട് ചെയ്തോ? എന്നിട്ടെന്താ ഒടുവിൽ ഞാൻ അവളെ നോക്കി, എനിക്ക് ഭയങ്കര സന്തോഷം, ഒന്ന് കാണേണ്ടതായിരുന്നു അവളുടെ മുഖം. എനിക്ക് അവളുടെ മുഖമല്ല ചേട്ടൻ്റെ മുഖത്തെക്കുറിച്ച് അറിയണ്ടേ, ചേട്ടൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? എടാ
ഇത്ര നല്ല സുന്ദരി ഒരു പെണ്ണെ ഞാൻ കണ്ടിട്ടില്ല, അത്രയ്ക്ക് നല്ല സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു. അത് കേട്ടപ്പോൾ നികേഷ് പറഞ്ഞു, ആദ്യ സൈറ്റിൽ തന്നെ ലവായി തുടങ്ങിയല്ലേ, ഒന്ന് പോടാ അവിടുന്ന്, അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയണ. അപ്പോഴേക്കുമാണ് സുനു അങ്ങോട്ട് കയറി വരുന്നേ. അമ്മായിയുടെ മോള് അവൾ പാത്തും പതിങ്ങി അങ്ങോട്ട് വരിക, കൂടെ കൂട്ടുകാരിയും കൂടെ ഉണ്ട്. എന്നിട്ട് എന്തി സുഭാഷേണ് എന്തിന്ന് ചോദിക്കണം. സുഭാഷ് അകത്തായിരുന്നു. അപ്പം സുഭാഷിനെ അവൾക്ക് ഭയങ്കര ജീവനാ. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ദേ സുഭാഷേട്ടാ, സുഭാഷേട്ടനുള്ള പാരയായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയാം. ഒന്ന് പോഷ് നികേഷേ, ഞാൻ പാരയായിട്ടൊന്നും വന്നേക്കുന്നല്ല. അല്ല ഹരീഷ് വന്നോ? എന്താ ഹരീഷേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം? അപ്പോഴേക്കും നീതു പിന്നെ പുറകെ നിൽപ്പുണ്ടായിരുന്നു. ഓഹോ, വെറുതെ അല്ല ഹരീഷേട്ടനെ അന്വേഷിച്ചേ, ഇന്ന് ഹരീഷേട്ടൻ വരുമ്പോൾ കിട്ടുമെന്ന് പറയണം. അപ്പോഴേക്കും സുനു ഒന്നും മിണ്ടാതിരിക്കുക. ആ സമയം സുഭാഷ് പറഞ്ഞു, എന്തിനാ സുനു ഇന്ന് ഇങ്ങോട്ട് വന്നേ? ഇനി അമ്മയുടെ കയ്യിൽ നിന്ന് ചീത്ത ഏൽപ്പിക്കാനാണോ? നിന്നോട് പറഞ്ഞിട്ടില്ല പലവട്ടം ഇങ്ങോട്ടേക്ക് വരില്ലെന്ന്. അതിനിപ്പോൾ ഞാൻ വന്നാലെന്താ? എടി വന്നിട്ടുണ്ടെങ്കിൽ ഇനി അത് മതി, ആ പേര് പറഞ്ഞിട്ട് അമ്മയെ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഭാഷ് ചീത്ത പറയുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്കാട്ടോ ഞാൻ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്, പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എല്ലാ ദിവസവും രാവിലെ അന്നത്തെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ തലേദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.